ഈ ഹിറ്റാച്ചിയുടെ ഓപ്പറേറ്ററിന് സഹായിയായിട്ടുള്ള ബീഹാർ സ്വദേശിയുമാണ് ഇതിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇരുവരെയും രക്ഷപ്പെടുത്തുന്നതിന് അവിടേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് നിലവിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ബനേഷ്, അതെ, ബീഹാർ സ്വദേശിയുടെ പേര് മഹാദേവ് എന്നാണ്. അതുല്യ സൂചിപ്പിച്ചതുപോലെ തന്നെ അടുത്ത വ്യക്തി അജയ് റായ്, ഒഡീഷ സ്വദേശി. ഈ രണ്ടുപേരും പത്തനംതിട്ട കോന്നിയിലെ പയ്യനാമണ്ണിൽ അവിടുത്തെ പാറമടയിൽ ജോലി ചെയ്യുന്നതിനിടെ അതുല്യ രാമേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ പാറമട, അവിടെ പാറ പൊട്ടിക്കേണ്ട സ്ഥലത്തേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള വഴി ഒരുക്കുന്നതിനിടെ മട്ടിപ്പാറ മുകളിൽ നിന്ന് വീണ് ആണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അതുല്യ സൂചിപ്പിച്ചതുപോലെ തന്നെയും ഒപ്പം തന്നെ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെയും അതിലേക്ക് നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോൾ പോലും ആ ഹിറ്റാച്ചിയുടെ ഏതോ ചില അവശിഷ്ടം, അതിൻ്റെ ഒരു ചുവന്ന നിറത്തിലുള്ള പെയിൻ്റ് അടിച്ച ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. ബാക്കിയെല്ലാം ആ പാറക്കല്ലുകൾക്കും പാറയിലും പെട്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അവർ ജീവനോടെ ഉണ്ടാവണമെങ്കിൽ അങ്ങനെ മൂടപ്പെട്ടിട്ടുള്ള പാറക്കല്ലുകൾക്കും മണ്ണിനും ഇടയിലൂടെ ഓക്സിജന്, പ്രാണവായുവിന് കടന്നു പോകാൻ കഴിയുന്ന സൂക്ഷ്മമായിട്ടുള്ള എന്തെങ്കിലും തലങ്ങൾ ഉണ്ടെങ്കിൽ, ഒപ്പം അതിനകത്തുള്ളവർ ആത്മവിശ്വാസത്തോടെ രക്ഷപ്പെടാൻ കഴിയും, ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്തുമെന്നുള്ള വിചാരത്തോടെ വലിയ രീതിയിലുള്ള ഹൃദയ വ്യാകുലതകളിലേക്ക് പോകാതെ ശ്വാസം ക്രമീകരിച്ച് ഇരിക്കുക എന്നൊക്കെ പറയുന്ന ഒരു അപൂർവതയാണുള്ളത്. എങ്കിൽ പോലും NDRFിൻ്റെ സംഘം തിരുവല്ലയിൽ നിന്ന് എത്തി അവിടെ ഈ പറയുന്ന രക്ഷാപ്രവർത്തനം നടത്തുക, ഒപ്പം തന്നെ ഈ പറയുന്ന പ്രകൃതി അനുകൂലമാവുക, വെളിച്ചം ക്രമീകരിക്കുക എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. ദൃശ്യങ്ങൾ കാണുന്നത് പ്രകാരം ഒരു തരത്തിലും ശ്വാസത്തും കടക്കാൻ കഴിയാത്ത രീതിയിൽ മൂടപ്പെട്ടതിന് തുല്യമാണോ അതുല്യ രാമേന്ദ്രൻ? മനീഷ്, നിലവിൽ ഈ ഒരു ആശങ്കയ്ക്കൊപ്പം തന്നെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ അപകടത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ പാറ ഇടിഞ്ഞു വീണ് അതിനുള്ളിൽ മൂടിപ്പോയിരിക്കുന്ന ഈ 2 തൊഴിലാളികൾക്കും പാറ ദേഹത്തേക്ക് വീണ് മറ്റ് പരിക്കുകളൊന്നും ഏറ്റിട്ടില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ ഓക്സിജനും ശ്വാസവായുവും ക്രമീകരിക്കുന്നതടക്കമുള്ള സാധ്യതകളിലേക്ക് ആലോചന പോലും അങ്ങോട്ട് എത്തേണ്ടതുള്ളൂ. ഈ ഒരു പാറ ഇടിഞ്ഞു വീഴുമ്പോൾ ഹിറ്റാച്ചി എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം, തുറന്ന ഒരു വാഹനമാണ്. മുകൾ ഭാഗത്തെ ഒരു മൂടി ഒഴിച്ചാൽ മറ്റെല്ലാ വശങ്ങളിൽ നിന്നും തുറന്ന ഒരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ പാറ ഇടിഞ്ഞ് ദേഹത്ത് വീണ് പരിക്കേറ്റിട്ടുണ്ട് ഈ തൊഴിലാളികൾക്ക് എന്ന് ആ ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഓരോ മിനിറ്റുകളും വളരെയധികം നിർണായകമാണ് എന്നുള്ളതാണ്. നിലവിൽ ദൃശ്യങ്ങളും അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ പ്രദേശവാസികളുടെയും സംസാരത്തിൽ നിന്ന് ആ ഹിറ്റാച്ചിയുടെ ഉയരത്തിൽ, അതേ ഉയരത്തിൽ പാറ വീണിരിക്കാം, അല്ലെങ്കിൽ പാറ വീണ് ആ ഹിറ്റാച്ചി ചളുങ്ങിപ്പോയിരിക്കാം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊന്നും തന്നെ സ്ഥിരീകരിച്ച വിവരങ്ങളല്ല എങ്കിൽ പോലും ഒറ്റ നോട്ടത്തിൽ ഒരു പൊതുബോധത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും പ്രാദേശികവാസികൾ പാറമടയിൽ ഉച്ചഭക്ഷണത്തിൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞ് ജോലിക്ക് കയറിയ 2 പേരാണ് ഇവർ. ഉച്ചഭക്ഷണം കഴിഞ്ഞ് മടങ്ങിപ്പോകാൻ നിന്നിരുന്നവർ ദൃക്സാക്ഷികൾ പറയുന്നതും വെച്ച് ലഭിക്കുന്ന വിവരങ്ങളാണ്. ഉച്ചഭക്ഷണത്തിൻ്റെ ശേഷം ഇവർ 2 പേരും മാത്രമാണ് അവിടേക്ക് മടങ്ങിപ്പോയത് എന്നും തിരിച്ചു വരുന്നതിനിടെ ചെറിയൊരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുന്ന ആ ഒരു സെക്കൻഡിനുള്ളിൽ എല്ലാം കഴിഞ്ഞിരുന്നു എന്നുമാണ് അവിടെ പ്രദേശവാസികൾ അല്ലെങ്കിൽ അവിടെ പാറമട ഉണ്ടായിരുന്ന മറ്റ് ജീവനക്കാർ പറഞ്ഞത്. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തല വെട്ടിക്കുന്ന ഒരു നിമിഷാർദ്ധത്തിനുള്ളിലാണ് ഈ പാറ ഇത്രയധികം ഇടിഞ്ഞു വീണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ പൂർണ്ണമായും മൂടിയ നിലയിലാണ് ആ വാഹനമുള്ളത്. അതിൽ നിന്നും എത്രത്തോളം പരിക്കേറ്റിട്ടുണ്ടാകാം, ആ പരിക്കിൻ്റെ തീവ്രത അല്ലെങ്കിൽ ആ പരിക്ക് എത്രമാത്രം ഗുരുതരമായിരിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു വിശകലനത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങളിൽ ജില്ലാ കളക്ടറും തഹസിൽദാറും അടക്കമുള്ളവർ ഉടനെ തന്നെ ഒരു വിശദീകരണം നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലാ കളക്ടർ അപകട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. തഹസിൽദാർ നേരത്തെ തന്നെ എത്തിയിരുന്നു. ഇപ്പോൾ ജില്ലാ കളക്ടറും അവർ അപകട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇത്തരത്തിൽ ഈ അതിഥി തൊഴിലാളികൾ അല്ലെങ്കിൽ ഈ അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികൾക്ക് പരിക്കേറ്റിട്ടുണ്ടായിരിക്കുമോ, അതുപോലെ തന്നെ കൂടുതൽ അവിടെ ഉണ്ടായിരുന്ന മറ്റ് ജോലിക്കാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് കൃത്യമായ ഒരു സ്ഥിരീകരണം നൽകേണ്ടത് ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. അവരിൽ നിന്ന് അധികം വൈകാതെ തന്നെ അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് ലഭിച്ച ദൃശ്യങ്ങളുടെയും നമുക്ക് ലഭിച്ച പ്രതികരണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഗുരുതരമായൊരു അപകടം തന്നെയാണ് നടന്നിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. ബനീഷ്, ഇടിഞ്ഞു വീണ പാറയ്ക്കടിയിൽ ജീവന് വേണ്ടി പിടയുകയാണ് 2 പേർ എന്ന് പറയേണ്ടി വരും അവർ ജീവനോടെ ഉണ്ടെങ്കിൽ തന്നെ.
പാറമടയിൽ ഹിറ്റാച്ചിക്ക് മുകളിൽ കല്ലിടിഞ്ഞ് ഉണ്ടായ ദാരുണമായ അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് കേരള വിഷൻ ന്യൂസ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ അപകടം നടന്ന് 1.5 മണിക്കൂറിലേറെയായിട്ടും രക്ഷാപ്രവർത്തനം തുടങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള അതിസങ്കീർണമായിട്ടുള്ള ദുർഘടമായ അവസ്ഥയാണ് പത്തനംതിട്ട കോന്നി പയ്യനാമൺ ചെങ്കുളത്ത് പാറമടയിൽ കരിങ്കല്ല് ഇടിഞ്ഞു വീണുണ്ടായിട്ടുള്ള അപകടം. കളക്ടർ അടക്കമുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്, MLA അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. എല്ലാ അപകടങ്ങളും ഉണ്ടാകുമ്പോൾ തൊട്ടു പിറകെ വരുന്നത് പോലെ ലൈസൻസും അതിൻ്റെ കാര്യസ്ഥതയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെ ക്രമക്കേടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി വരുന്നു. ഈ ക്രഷറിൻ്റെ ലൈസൻസ് ജൂൺ 30 അവസാനിച്ചിരുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. ഈ ക്രഷർ, ഈ പാറമടയുടെ പ്രവർത്തനത്തിനെതിരെ പല രീതിയിലുള്ള പരാതികൾ നൽകിയിരുന്നുവെന്ന് നാട്ടുകാരിൽ പലരും പറയുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകിയിരുന്നുവെന്ന് ഈ പാറമടയിലെ പരിസരവാസികൾ പറയുന്നു. രക്ഷാപ്രവർത്തനത്തിനായി NDRF സംഘം തിരുവല്ലയിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. അവിടെ എത്തിയാൽ തന്നെയും അതുല്യ സൂചിപ്പിച്ചതുപോലെ തന്നെ എപ്പോൾ അത് പ്രവർത്തനം തുടങ്ങാൻ കഴിയും എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ കാലാവസ്ഥയും സന്ധ്യയാവലും എല്ലാം ചേർന്ന് നിൽക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇന്ന് വൈകിട്ട് 3:45 ഈ അപകടം സംഭവിച്ചത്. അവിടെ ഉണ്ടായിരുന്ന 2 തൊഴിലാളികൾ പാറക്കല്ലുകൾക്കടിയിൽ 1.5 മണിക്കൂറിലേറെയായി കുടുങ്ങിക്കിടക്കുന്നു. ഒഡീഷ, ബീഹാർ സ്വദേശികളായിട്ടുള്ള മഹാദേവ്, അജയ് റായ് എന്നിവരാണ് കുടുങ്ങിക്കിടക്കുന്നത്. രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണ്. ആ ദുഷ്കരമായ ഇവിടെ നിന്ന് ഇവരെ എങ്ങനെ പുറത്തെടുക്കാൻ കഴിയുമെന്നുള്ള രീതിയിൽ ദ്രുതഗതിയിലുള്ള ആലോചനയും അത് പ്രാവർത്തികമാക്കാനുള്ള കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. പാറമട തൊഴിലാളികളാണ് ഇവർ. പണിയെടുക്കുന്നതിനിടെ പാറ വാഹനത്തിൻ്റെ മുകളിലേക്ക് വീഴുകയായിരുന്നു. അതുല്യ രാമേന്ദ്രൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ മട്ടിപ്പാറ ആണ്, നാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മട്ടിപ്പാറയാണ് ഹിറ്റാച്ചിയുടെ മുകളിലേക്ക് വീണത്. കൂടുതൽ ആളുകൾ കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കുന്നുണ്ട്. കാരണം ഇത്തരം സന്ദർഭങ്ങളിൽ ഈ ഹിറ്റാച്ചിയിൽ 2 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശുചിമുറി കെട്ടിടം തകർന്നു വീണ സമയത്ത് അവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞത് പിന്നീട് ശരിയായിരുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഇവിടെ കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അടക്കം പരിശോധിക്കേണ്ടതുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് ഫയർഫോഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സിന് പുറമെ NDRF സംഘം സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. സ്ഥലത്തെത്തിയ പോലീസിനും ഫയർഫോഴ്സിനും പക്ഷേ അപകടത്തിൽപ്പെട്ട ഹിറ്റാച്ചിയുടെ അടുത്തേക്ക് പോകാൻ പോലും സാധിച്ചിട്ടില്ല. ക്രെയിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും ആ ക്രെയിൻ എവിടെ ഉറപ്പിക്കും എന്നുള്ളതാണ് വലിയ പ്രശ്നം. ആ ക്രെയിൻ ഉറപ്പിക്കാനുള്ളൊരു സാഹചര്യം അവിടെ ഇല്ല. NDRF അംഗങ്ങൾ എത്തിയാൽ മാത്രമേ നിലവിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അവിടുത്തെ അവസ്ഥ. ഹിറ്റാച്ചി ഓപ്പറേറ്റർമാരായിട്ടുള്ള അജയ് റായ്, മഹാദേവ് എന്നീ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് വഴിവെട്ടുന്നതിനിടെ പാറയിടിഞ്ഞ് അവരുടെ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് വീണത്. 120 ഏക്കർ ഭൂമിയിലാണ് ഈ പാറമട സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ലൈസൻസ് ഇല്ലാതെയാണ് ഈ പാറമട പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു. പാറമടയിലെ ക്രഷറിൻ്റെ ലൈസൻസ് ജൂൺ 30 അവസാനിച്ചു എന്ന് നാട്ടുകാർ ചിലർ പറയുന്നുണ്ട്. മുൻ പഞ്ചായത്ത് അംഗം ബിജി കെ വർഗീസ് പറയുന്നത് ഈ ക്രഷറിനെതിരെ തങ്ങൾ പരാതി നൽകിയിരുന്നു, മുഖ്യമന്ത്രിക്ക് വരെ തങ്ങൾ പരാതി നൽകിയിട്ടുണ്ട് എന്ന് നാട്ടുകാർ ചിലർ പറയുന്നു. എന്തായാലും ഈ അപകട സ്ഥലത്ത് നിന്ന് 2 മനുഷ്യജീവനുകളെ രക്ഷിച്ചെടുക്കുക എന്ന് പറയുന്ന സങ്കീർണമായിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിലേക്കാണ് NDRF കൂടി എത്തിച്ചേരുമ്പോൾ ഇനി സംഭവിക്കാനിരിക്കുന്നത്. നിലവിൽ അവിടെ ക്രെയിനൊക്കെ എത്തിച്ചിട്ടുണ്ടെങ്കിലും ക്രെയിൻ എവിടെ ഉറപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ട്. ഏതെങ്കിലും പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ടോ അതുല്യ? ബനേഷ്, നിലവിൽ ഈ ജൂൺ 30 പാറമടയുടെ അല്ലെങ്കിൽ പാറമടയ്ക്കുള്ളിലെ ക്രഷറിൻ്റെ ലൈസൻസാണ് അവസാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ലൈസൻസ് നൽകിയ സമയത്ത് അല്ലെങ്കിൽ ഈ പാറമടയുടെ പ്രവർത്തനത്തിന് അനുമതി നൽകിയതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല റിഡ്ജുകളായി അല്ലെങ്കിൽ പല തട്ടുകളായാണ് ഈ ഒരു പാറമട അല്ലെങ്കിൽ അതിനുള്ള ക്രഷറിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത്. അതിൽ ഒരു നിശ്ചിത മീറ്ററിലധികം ഉയരത്തിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത ഉയരത്തിന് മുകളിൽ ഇത്തരത്തിൽ ഖനനം നടത്താൻ അല്ലെങ്കിൽ പാറ പൊട്ടിക്കാനുള്ള അനുമതി ഈ ഒരു പാറമടയ്ക്ക് നൽകില്ല എന്നുള്ളതാണ്. ഒരു നിശ്ചിത ഉയരത്തിന് മുകളിലേക്ക് പോകുമ്പോൾ ഈ മണ്ണിൻ്റെ ഘടന അടക്കമുള്ള കാര്യങ്ങൾ അസ്ഥിരപ്പെടാനും അതുപോലെ തന്നെ ഇത്തരത്തിൽ പാറ ഇടിഞ്ഞു വീഴാനുമുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത ഉയരത്തിന് മുകളിലേക്ക് ഇത്ര മീറ്റർ എന്ന ഒരു മാനദണ്ഡമുണ്ട്. അതിന് മുകളിലേക്ക് പാറ പൊട്ടിക്കുന്നതടക്കമുള്ള നടപടികൾക്ക് അനുമതി ഉണ്ടാകില്ല. നിലവിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ കൂടുതൽ ഉയരത്തിലേക്ക് പാറ പൊട്ടിക്കുന്നതിനുള്ള വഴി ഒരുക്കാനാണ് ഹിറ്റാച്ചി അവിടെ പണിയെടുക്കുന്നുണ്ടായിരുന്നത്.
വരുന്നത് എന്നുള്ളതാണ്. ജിയോളജി വകുപ്പിൻ്റെ അനുമതി പാറമടയുടെ പ്രവർത്തനത്തിന് മാത്രമാണ്. പാറമടയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ക്രഷറിന് ഇത്തരത്തിലൊരു അനുമതി നൽകിയിട്ടില്ല. മാത്രമല്ല, ഇത്തരത്തിൽ കൂടുതൽ ഉയരത്തിലേക്ക് പാറ പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ മണ്ണിൻ്റെ ഘടനയും പാറയുടെ ഉറപ്പും ഏത് തരത്തിലുള്ള പാറയാണ്, ഏത് തരത്തിലുള്ള ശിലയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ജിയോളജി വകുപ്പ് അടക്കം പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നടപടികൾക്ക് ശേഷമാണ് ഇത്ര ഉയരത്തിൽ പാറ പൊട്ടിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നിലവിൽ അവിടേക്ക് അല്ലെങ്കിൽ അത്ര ഉയരത്തിലേക്ക് പാറ പൊട്ടിക്കാനുള്ള വഴി ഒരുക്കുന്നതിനിടയിലാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. ഒരു പക്ഷേ ഈ ഉയരത്തിൻ്റെ അല്ലെങ്കിൽ ആ ഭാഗത്തെ പാറയുടെ ഘടന സ്ഥിരതയില്ലാത്തതിനായതിനാലായിരിക്കാം ഇത്തരമൊരു അപകടം ഉണ്ടായത് എന്നാണ് റവന്യൂ ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ലൈസൻസ് ഉണ്ടായിരുന്നില്ല, ലൈസൻസിൻ്റെ കാലാവധി അവസാനിച്ചു എന്നുള്ളൊരു വിവരം ഇപ്പോൾ ഈ ക്രഷറിനെതിരെ സമരം നടത്തി വരുന്ന അവിടുത്തെ ജനകീയ സമിതിയാണ് അറിയിച്ചിട്ടുള്ളത് എന്നുകൂടി ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ക്രഷറിൻ്റെയും അതുപോലെ തന്നെ പാറമടയുടെയും ലൈസൻസും കാലാവധിയും സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ കാലാനുസൃതമായി പരിശോധിക്കേണ്ടതുണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പാറമട അല്ലെങ്കിൽ ക്രഷർ യൂണിറ്റുകളിൽ ഒന്നാണ് പത്തനംതിട്ട കോന്നിയിലെ ഈ പയ്യനാമണ്ണിലുള്ളത് എന്നുകൂടി ഒരു വിവരം ലഭിക്കുന്നുണ്ട്. 120 ഏക്കർ അല്ലെങ്കിൽ 120 ഏക്കറിലധികം വ്യാപിച്ച് കിടക്കുന്ന പാറമടയാണിത്. 120 ഏക്കറിലധികം എന്ന് പറയുമ്പോൾ വലിയൊരു പ്രദേശം തന്നെ വരും. അതുകൊണ്ട് തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പാറമടകളിൽ ഒന്നാണ് ഈ പറയുന്ന പയ്യനാമണ്ണിലെ ഇപ്പോൾ ഇടിഞ്ഞു വീണ അപകടം ഉണ്ടായിട്ടുള്ള ഭാഗം വരുന്ന ക്രഷർ യൂണിറ്റ്. അതുകൊണ്ട് തന്നെ ഇത്ര വലിയ ഒരു പാറമടയുടെ കാലാവധി അവസാനിച്ചിട്ടും അത് എങ്ങനെയാണ് അറിയാതിരുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ അവിടെയുണ്ട്. എന്തായാലും ഇപ്പോൾ പ്രാഥമിക പരിഗണന എന്ന് പറയുന്നത് അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളായ 2 പേരെ ജീവനോടെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. ലൈസൻസും അതിൻ്റെ കാലാവധിയും സംബന്ധിച്ച പ്രശ്നങ്ങളും അത് കാലാനുസൃതമായി എന്തുകൊണ്ട് പുതുക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം തന്നെ മുന്നിലായി നിലവിൽ ഏറ്റവും വലിയ പ്രാമുഖ്യം നൽകേണ്ടത് അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ്. എന്തായാലും NDRF സംഘം എത്തിയതിന് ശേഷമായിരിക്കും ഏത് രീതിയിലായിരിക്കും രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാവുക. ക്രെയിൻ ഉപയോഗിച്ച് അവിടേക്ക് പാറ എടുത്തു മാറ്റുന്നതായിരിക്കുമോ അതോ NDRF സംഘത്തിലെ ദൗത്യ സംഘത്തിലെ ആളുകൾ താഴേക്ക് ഇറങ്ങിപ്പോയി അത്തരത്തിലൊരു രീതിയിലുള്ള ദൗത്യമായിരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. അത് പക്ഷേ NDRF സംഘം അപകട സ്ഥലം പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും അതിലൊരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. അതായത് NDRF സംഘം അപകട സ്ഥലത്ത് എത്തിയ ഉടനെ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. സംഘം എത്തിയതിന് ശേഷം അപകട സ്ഥലം പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഹിറ്റാച്ചിക്ക് അടുത്തേക്ക് എത്തുക എന്നുള്ള രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. ബനീഷ്, KU ജനീഷ് കുമാർ MLA അറിയിച്ചിരിക്കുന്നത് അവിടേക്ക് കൂടുതൽ ഫയർഫോഴ്സ് സംഘങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് എന്നാണ്. NDRF സംഘത്തിൽ 27 പേരാണുള്ളത്. ഈ 27 പേരടങ്ങുന്ന NDRF സംഘമാണ് ഇപ്പോൾ പത്തനംതിട്ട കോന്നിയിലെ പയ്യനാമലയിലെ ഈ ഹിറ്റാച്ചിക്ക് മുകളിൽ കരിങ്കല്ലുകൾ വീണ് 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ഈ ഇടത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുല്ല, ഈ NDRF സംഘം തിരുവല്ലയിൽ നിന്ന് പുറപ്പെട്ട് പത്തനംതിട്ട കോന്നിയിലെ പയ്യനാമലയിലെ ഈ അപകടം നടന്ന പാറമടയിലേക്ക് എത്തുന്ന ആ സമയത്തിനിടയിൽ ചെയ്യാനുള്ള പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ NDRFിലെ 27 പേരടങ്ങുന്ന സംഘത്തിനെ നയിക്കുന്ന വ്യക്തിക്ക് അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ തന്നെ ഇവിടെ നിന്നുള്ള ലൊക്കേഷൻ വിവരങ്ങൾ തത്സമയം എന്താണ് ഇവിടെ ഇപ്പോൾ അവസ്ഥ, ഇവിടുത്തെ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ഹൈ റിസ്ക് സാധ്യതകൾ എന്തൊക്കെയാണ്, അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ നിന്ന് മറ്റൊരു സംഘം, അത് പോലീസും ഫയർഫോഴ്സും ഇതുവരെ എത്തിയിട്ടുള്ളവരും അവിടെ അവരെ ധരിപ്പിച്ചുകൊണ്ടിരിക്കണം. കാരണം അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് അവിടെ വന്ന് പരിശോധിക്കുന്നതിന് മുമ്പേ തന്നെ എല്ലാ വിവരങ്ങളും അറിയേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഒരു മെസ്സേജ് കൈമാറ്റം ഒരേ സമയത്ത് നടക്കുന്നു. അവർ ഇവിടെ എത്തുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും യാത്രക്കിടയിൽ തന്നെ അറിയിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായും നിലവിൽ ഈ ക്രഷർ സംബന്ധിച്ച അല്ലെങ്കിൽ ക്രഷറിൻ്റെ ഒരു മാപ്പ് അടക്കമുള്ള അത്തരത്തിൽ
ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വിവരങ്ങൾ, അതുപോലെ തന്നെ ക്രഷർ എത്ര കാലമായി പ്രവർത്തിക്കുന്നു, ഏത് രീതിയിലുള്ള ഖനനമാണ് അവിടെ നടക്കുന്നത്, പാറ പൊട്ടിക്കുന്നത് എന്തുപയോഗിച്ചാണ് മുതലായ കാര്യങ്ങളെല്ലാം തന്നെ NDRF സംഘത്തിനെ നേരത്തെ കൂട്ടി തന്നെ അറിയിക്കാൻ സാധിക്കും. എപ്പോഴാണ്, ഏകദേശം എത്ര മണിക്കാണ് അപകടം ഉണ്ടായത്, നിലവിലെ കാലാവസ്ഥ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ NDRFനെ മുൻകൂട്ടി അറിയിക്കാൻ സാധിക്കും. അവിടേക്ക് എത്തിപ്പെടാനുള്ള പാത എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയ ഒരു പാതയാണ്. യന്ത്രങ്ങൾ വലിയ രീതിയിൽ അതിലേക്ക് വേഗത്തിൽ എത്തിക്കുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ പ്രായോഗികമല്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ NDRFനെ നമുക്ക് നേരത്തെ അറിയിക്കാൻ സാധിക്കും. പക്ഷേ അതിലപ്പുറമായി ഈ പറയുന്നത് പോലെ ആ സമയത്തെ ആ മഴ പെയ്യാനുള്ള സാധ്യത, അതുപോലെ തന്നെ ആ പ്രദേശത്തെ മണ്ണിൻ്റെ ഘടന, ഏറ്റവും ഈ ഒരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധിയിൽ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് വീണ്ടും ഒരു പാറ ഇടിച്ചിലുണ്ടാകാനുള്ള സാധ്യത മാത്രമാണ്. അത് സാധ്യതയുണ്ടോ എന്ന് അറിയുകയും ഉണ്ടെങ്കിൽ അതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കാം എന്നത് തീരുമാനിക്കുകയുമാണ് ഏറ്റവും വലിയ മറികടക്കേണ്ട കടമ്പ എന്നുള്ളത്. അത് മനസ്സിലാക്കണമെങ്കിൽ അവിടെ എത്തിയതിന് ശേഷമുള്ള ഈ ഗ്രൗണ്ട് ഇവാലുവേഷന് ശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതാണ്. പ്രത്യേകിച്ചും NDRFൻ്റെ കയ്യിലുള്ള അല്ലെങ്കിൽ NDRF ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന യന്ത്രങ്ങളോ അല്ലെങ്കിൽ ഏത് തരത്തിൽ ഒരുപക്ഷെ ക്രെയിൻ ഉപയോഗിക്കുന്നതിന് പകരം പാറയിൽ ഉറപ്പിച്ച് റോപ്പ് ഉപയോഗിച്ച് താഴേക്ക് ഇറങ്ങി രക്ഷിക്കുന്നതാണ് എങ്കിൽ പോലും ആ റോപ്പ് ഉറപ്പിക്കുന്ന ഭാഗത്ത് ഏത് രീതിയിൽ ഉള്ള ശിലയാണുള്ളത്, അവിടെ എത്രത്തോളം സ്ഥിരത നമുക്ക് ഉണ്ടാകും മുതലായ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഗ്രൗണ്ട് ഇവാലുവേഷന് ശേഷം മാത്രമായിരിക്കും മനസ്സിലാകുക. എന്തായാലും റവന്യൂ വകുപ്പ് ജില്ലാ കളക്ടറേറ്റിൽ ഒരു റൂം തുറക്കുകയും അവിടെ നിന്ന് ജില്ലാ കളക്ടറേറ്റുമായി NDRFുമായി ഏകോപനം നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നാണ് കോന്നി തഹസീൽദാർ അറിയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി ജില്ലാ കളക്ടറേറ്റിൽ നേരത്തെ തന്നെ ഒരു ഏകോപനത്തിനുള്ള കൺട്രോൾ റൂം പോലുള്ള ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ അവിടെ നിർമ്മിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ആരംഭിച്ചിട്ടുള്ള ജില്ലാ കളക്ടറേറ്റിലെ ഈ ഒരു കൺട്രോൾ റൂം അല്ലെങ്കിൽ ഈ ഒരു ഹെൽപ്പ് റൂമിൽ നിന്നാണ് NDRF സംഘവുമായുള്ള ആശയവിനിമയവും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഏകോപനവും നടക്കുന്നത്. ശരി, എന്തായാലും NDRF സംഘം അവിടെ എത്തിയാൽ മാത്രമേ രക്ഷാപ്രവർത്തനം നടക്കുകയുള്ളൂ. അങ്ങനെ NDRF സംഘം അവിടെ എത്തുന്ന സമയത്ത് നമ്മൾക്ക് വീണ്ടും ഈ വാർത്തയിലേക്ക് തിരികെ എത്താം. അതുല്യ രാമേന്ദ്രൻ ആ സമയം തിരികെ സമ്പൂർണ്ണമായ ലൈവ് വിവരങ്ങളുമായിട്ട് നമ്മോടൊപ്പം ചേരും. ഇപ്പോൾ മറ്റ് വാർത്തകളിലേക്ക് നമ്മൾക്ക് പോകാം.